ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. യൂറോപ്പിലെ ഹാബ്സ്ബർഗ് രാജാക്കന്മാർ നാട് നീങ്ങുമ്പോൾ അവരെ സംസ്കരിച്ചിരുന്നത് വിയന്നയിലെ ഒരു ദേവാലയത്തിലായിരുന്നു. രാജാവിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ദേവാലയ വാതിൽക്കലെത്തുമ്പോൾ വാതിൽ അടഞ്ഞായിരിക്കും കിടക്കുക. അപ്പോൾ വിലാപയാത്രയുടെ മുൻനിരയിൽ നിൽക്കുന്നവർ വാതിലിൽ മുട്ടും. ആരാണ് അകത്തു പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നത്? അകത്ത് നിൽക്കുന്ന പുരോഹിതൻ ചോദിക്കും. പുറത്തു നിൽക്കുന്നവർ പറയും, അത്യുന്നതനായ ചക്രവർത്തി. ഞാൻ അങ്ങനെയൊരാളെ അറിയില്ല എന്ന് പുരോഹിതൻ പറയും. അല്പസമയത്തിന് ശേഷം വീണ്ടും വാതിലിൽ മുട്ടും. അകത്തുനിന്ന പുരോഹിതൻ ചോദിക്കും, ആരാണ് വാതിലിൽ മുട്ടുന്നത്? മറുപടിയായി പുറത്തു നിൽക്കുന്നവർ പറയും, ഏറ്റവും വലിയ ചക്രവർത്തി. അപ്പോഴും പുരോഹിതൻ പറയും, അങ്ങനെയൊരാളെ ഞാൻ അറിയുകയില്ല. പുറത്തു നിൽക്കുന്നവർ മൂന്നാം തവണയും വാതിലിൽ മുട്ടും. വാതിൽ തുറക്കുവാൻ അപേക്ഷിക്കും. പുരോഹിതൻ ചോദിക്കും, ആരാണ് അകത്തു പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നത്? പുറത്തു നിൽക്കുന്നവർ പറയും, പാപിയായ ഒരു മനുഷ്യൻ. ഉടനെ പുരോഹിതൻ വാതിൽ തുറന്ന് ചക്രവർത്തിയുടെ മൃതദേഹത്തിന് പ്രവേശനം അനുവദിക്കും. ഹാബ്സ്ബർഗ് രാജകുടുംബത്തിലെ രാജാക്കന്മാരും ചക്രവർത്തിമാരും ദീർഘകാലം അനുഷ്ഠിച്ചിരുന്ന ആചാരമാണിത്. ഒരു മനുഷ്യൻ എത്ര വലിയ ചക്രവർത്തിയായിരുന്നാലും ദൈവത്തിൻ്റെ മുൻപിൽ അവൻ പാപമുള്ളവനും സാധുവായ മനുഷ്യനും ആയിരിക്കും. ഈ യാഥാർത്ഥ്യം രാജാക്കന്മാരും പ്രഭുക്കന്മാരും മറക്കാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു ഈ ആചാരം. ആധുനിക കാലത്ത് ജീവിക്കുന്ന മനുഷ്യൻ പല നേട്ടങ്ങളുടെയും ഉടമസ്ഥരാണ്. പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ എത്ര കേമന്മാരും പ്രതാപശാലികളും ആയിരുന്നാലും ദൈവത്തിന് മുൻപിൽ നിസ്സാരരും പാപികളും മാത്രം. എല്ലാവരും ഒരു ദിവസം മണ്ണോട് മണ്ണായി ചേരും എന്നതിനാൽ നമ്മുടെ ബലഹീനതകളും കുറവുകളും ദൈവസന്നിധിയിൽ അംഗീകരിക്കുക. 146 സങ്കീർത്തനം 3 വാക്യം. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്നു തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. യാക്കോബിൻ്റെ ദൈവം സഹായമായി, തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ച്